ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ ആണ്. പക്ഷേ നമ്മളെ നാട്ടിലല്ല, ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെയുള്ളൊരു വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ കാണിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് ഒരു വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ ചെയ്യാം. എനിക്കാണെങ്കിൽ തമിഴ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനത്തെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ. ഏതെങ്കിലും ഒരു ഹിഡൻ സ്പോട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ എയർബിഎൻബി വഴിയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു 2 ബെഡ്റൂം വീടാണ്. വീടായിട്ട് അപ്പാർട്ട്മെൻറ്റിലുള്ള വീടായിട്ട് തന്നെയാണ്. ഇതാണ് അതിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത് കേട്ടോ. ഭയങ്കര സൗകര്യമുള്ളൊരു വീടാണ്. ഞാനിതിൻ്റെ ഷോർട്സ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ ഈറോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലിസ്റ്റിൽ വെക്കാവുന്ന ഒരു സ്ഥലമാണ്. അതായത് ഈ ഒരു വീട് നിങ്ങളെ ലിസ്റ്റിൽ വെക്കാവുന്ന ഒരു വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ആ സമയത്ത് ഒരു ഇൻട്രോ വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്യാം എന്നുള്ളത്. നല്ല വെളിച്ചമാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വെളിച്ചമുണ്ടല്ലേ. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ എൻട്രൻസ്. നമുക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് കംഫർട്ടബിളാണ് നിൽക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് കിച്ചൺ ഫെസിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി അതിനുള്ള പാലാവട്ടെ, ചായപ്പൊടി ആവട്ടെ, പഞ്ചസാര ആവട്ടെ എല്ലാവരാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എയർബിഎൻബിയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. രാവിലെ നമ്മൾ നീറ്റ് ഉടനെ തന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ നിർബന്ധമാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു, കാരണം ഞങ്ങൾ ഇന്ന് 10 മണിക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ നേരത്തെ നീറ്റിട്ടുണ്ടായിരുന്നു, 10 മണിയാവാൻ ഇനിയും 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ. ഈ ഹോള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. കുറേ പേർക്ക് ഇരിക്കാൻ പറ്റിയ പോലത്തെ ഒരു ഹോളായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളെ വീടൊന്ന് കാണിക്കാം. ഇതാണ് ഡൈനിങ് ഏരിയ, ഒരു 4 സീറ്റർ ഡൈനിങ് ഏരിയ ആണ്. പിന്നെ ഡൈനിങ് ഏരിയയിൽ തന്നെ അത്യാവശ്യം പ്ലേറ്റ്സും ഗ്ലാസും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് കിച്ചൺ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആയിരുന്നു കേട്ടോ. ഇവിടെ ഗ്യാസ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. കെറ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മിക്സി വരെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാനങ്ങനെ മിക്സി അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ മിക്സിയൊക്കെ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സെക്കൻഡ് റൂം ഇതാണ്. ഫസ്റ്റ് റൂം ഹാളിനോട് ചേർന്നിട്ടുള്ള റൂമാണ് കേട്ടോ. പിന്നെ ഈ റൂമിൽ വന്നിട്ട് 3 പേർക്ക് കിടക്കാൻ പറ്റിയ പോലെ സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു കിങ് സൈസ് ബെഡും പിന്നെ ഒരു ചെറിയ സിംഗിൾ ബെഡും ഉണ്ടായിരുന്നു. പിന്നെ ഹാളിനോട് ചേർന്നിട്ടുള്ളതാണ് ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. ചെറിയൊരു ബെഡ്റൂമാണ് കേട്ടോ. ഒരു കിങ് സൈസ് ബെഡ് മാത്രം ഇട്ടിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ നിറയെ വാൾഡ്രോബ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഹൈവേൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അധികം ദൂരമൊന്നും പോകേണ്ടി വന്നില്ല. ഒരു 10 മിനിറ്റിൽ തന്നെ ശരവണ ഭവൻ ഉണ്ടായിരുന്നു. അത് ഒറിജിനൽ ശരവണ ഭവൻ അല്ല. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും തമിഴ്നാടിനെ വെല്ലാൻ വേറെ ഏത് സ്ഥലവും ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ ചട്നീൻ്റെയും സാമ്പാറിൻ്റെയും ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടുത്തെ പൊങ്കലും ഭയങ്കര അടിപൊളിയാണ്. ഇപ്രാവശ്യം നമ്മൾ കയറിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊങ്കൽ കിട്ടുകയാണെങ്കിൽ കഴിക്കാം എന്നൊക്കെ. പക്ഷേ പൊങ്കൽ കഴിച്ചാലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉറക്കം വരും. അതായത് ഭയങ്കര നെയ്യുള്ള സാധനമല്ലേ, ഭയങ്കരമായിട്ട് ഉറക്കം വരും. മാത്രമല്ല ഭയങ്കര ഫില്ലിങ്ങുമാണ് കേട്ടോ. പൊങ്കൽ കുറച്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും അയ്യോ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് പൊങ്കൽ എന്ന് പറയുന്നത്. ഇവനാണ് ഇപ്പോഴത്തെ എൻ്റെ ക്യാമറാമാൻ. അവനാണ് എനിക്ക് എല്ലാ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഇരുന്ന് നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ വളരെ കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ, ബേസിക് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ, ഭയങ്കര വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പൊങ്കൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പൊങ്കൽ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊങ്കൽ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പൊങ്കൽ. ഈ പൊങ്കൽ ഇരിക്കുന്നതിനനുസരിച്ച് കട്ടി കൂടുന്ന കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മസാല ദോശയാണ്. മൈസൂർ മസാല ദോശ വെറൈറ്റീസൊക്കെ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഞാൻ മസാല ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ കഴിക്കാനായിട്ട്. ഞാൻ എവിടെ പോയാലും എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് എത്തിപ്പെടുന്നത് മസാല ദോശയിലാണ് കേട്ടോ. പിന്നെ മസാല ദോശയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നന്നായി ആസ്വദിച്ചങ്ങ് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ പണ്ടൊക്കെ ഞാൻ മസാല ദോശ കഴിക്കുമ്പോഴത്തേക്ക് ഈ മസാല ഫുള്ളായിട്ട് മാറ്റി വെക്കായിരുന്നു. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് എന്തിനാ പിന്നെ നീ മസാല ദോശ പറയുന്നത്, നെയ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോലെയും ചോദിക്കായിരുന്നു കേട്ടോ. പക്ഷേ ആ മസാല ദോശേൻ്റെ ഉള്ളിലെ മസാല കാണാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ടൊക്കെ വെറുതെ മസാല ദോശ ഓർഡർ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മസാലയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. പണ്ട് ഞാൻ അങ്ങനെ മസാല കൂട്ടാറുണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഓക്കെ.
പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ തമിഴ്നാട്ടിൽ വന്നിട്ടുള്ളത് എൻ്റെ ബൊട്ടീക്കിലേക്കുള്ള കുറച്ച് കളക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഹണ്ടിങ്ങിലാണ്. ഒരുപാട് സ്ഥലങ്ങൾ കയറി നോക്കേണ്ടതായിട്ട് വരും നമുക്ക് സാരിയൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമ്മൾ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. ഈ സാരി പർച്ചേസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലുള്ള എന്ത് ബിസിനസ് ആണെങ്കിലും, എല്ലാം ചെറിയ ചെറിയ ബിസിനസ് ആണെങ്കിലും അതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ബിസിനസ്സിനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള എഫേർട്ടുകൾ നമ്മൾ എടുക്കണം. അത് മാത്രമല്ല, വലിയ ബിസിനസ് പോലെ വർക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും നമുക്ക് ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും. ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ തൊട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാൻ തുടങ്ങിയതാണ്, ഞാൻ എപ്പോഴെങ്കിലും ഒരു ബൊട്ടിക്ക് തുടങ്ങുകയാണെങ്കിൽ ബിലോ 1000 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവരും എന്നുള്ളത്. കാരണം എനിക്ക് പണ്ട് മുതൽക്കേ ഭയങ്കര ഇഷ്ടമാണ് ഈ തുണികളോടും അതേപോലെ ഡ്രസ്സസ് ഡിസൈൻ ചെയ്യുന്നതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ തപ്പി നടക്കായിരുന്നു, എവിടെയാണ് കുറച്ചെങ്കിലും വില കുറഞ്ഞ് നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടുക, അത് നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ എവിടെ കിട്ടുന്നൊക്കെ ഞാൻ പണ്ടിങ്ങനെ തിരഞ്ഞ് നടക്കാറുണ്ടായിരുന്നു. ഡ്രസ്സുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓൺലൈനിലൊന്നും പർച്ചേസ് ചെയ്യാണ്ട് ഷോപ്പുകളിൽ പോയി തുണിയൊക്കെ തൊട്ട് നോക്കി നമ്മളൊന്ന് അറിഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതുവരേക്കും ഓൺലൈനിൽ ഒരു ഷോപ്പ് കണ്ടിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് പോയി മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അവരുടെ ഷോപ്പ് പോയിട്ടാണ് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അത് മാത്രമല്ല നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ക്ലോത്ത്സ് കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാണ്, എന്തായാലും ക്ലോത്ത്സ് എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഡാമേജോ കാര്യങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല. കാരണം ഞാൻ അത്രയ്ക്കും നോക്കി പഠിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങളും എടുക്കുന്നത് കേട്ടോ. പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും, കാരണം റേറ്റ്സ് ഒക്കെ നന്നായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമ്മൾ നന്നായിട്ട് പറ്റിക്കുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല ഷോപ്സിലും കയറി റേറ്റ്സൊക്കെ അന്വേഷിച്ച് ഓരോ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് പോയി ആ ക്ലോത്തിനെ പറ്റി എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് അല്ല, ഒരു ചെറിയൊരു മെസ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു മെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ മട്ടനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ക്ലോത്ത്സ് എടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ സ്ഥലത്തും ഒരേ റേറ്റ് അല്ല, പല സ്ഥലങ്ങളിലും പല റേറ്റ് ആണ് കേട്ടോ. ഒരേ ക്ലോത്ത് തന്നെയായിരിക്കും, പക്ഷെ അവർ പല റേറ്റിനായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഓൺലൈൻ സ്റ്റോറിലും ഓരോ റേറ്റാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല, അവിടെ കൂടുതലാണ് ഇവിടെ കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കിട്ടിയ റേറ്റ് ചിലപ്പം കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് കിട്ടിയ റേറ്റ് കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ കുറച്ച് വെക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ ഓണം പർച്ചേസിന് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കളക്ഷൻസൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റും. ഞാനിപ്പം ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്കൊരു ബൊട്ടീക്ക് ഉണ്ടെന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മട്ടനാണ് കേട്ടോ. തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും മട്ടൺ ട്രൈ ചെയ്യണം, അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ മട്ടൺ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ റൈസും സാമ്പാറിനെയും കൂടെ ഈ മട്ടൺ വെച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ്, അത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, കാരണം രാവിലെ മുതൽ ഭയങ്കര അലച്ചിലായിരുന്നു കേട്ടോ. പിന്നെ രാത്രി പറഞ്ഞാൽ ഒരു 7:30 ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോകാം എന്നാണ് വിചാരിച്ചത്. ഇവിടെ ഹൈവേ ആയതുകൊണ്ട് തന്നെ കുറേ ധാബ സെറ്റപ്പിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാമൻ പൊറാട്ടയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് കഴിക്കാമെന്ന് ചോദിച്ചു. നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും എങ്ങനെയെങ്കിലും കഴിച്ച് കിടന്നുറങ്ങിയാൽ മതി ഒരു രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ കുട്ടിക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വന്നപ്പം മുതൽ അവർ കളിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ അവിടെ കളിക്കാനാണെങ്കിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ജോളിയായിരുന്നു കേട്ടോ, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങിയ സമയത്ത് നല്ല റെസ്റ്റോറൻറ്റ്, ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ബാംഗ്ലൂരൊക്കെ പോണ സമയത്ത് കാണുമല്ലോ ധാബ സ്റ്റൈലിലുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വന്നങ്ങോട്ട് ഇരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ.
ഇവിടെയാണെങ്കിൽ നമുക്ക് പുറത്താണ് സീറ്റിംഗ് കൂടുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് തന്നെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്ക് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഫുഡൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തിൽ തന്നെ ഫുഡ് വന്നു കേട്ടോ, അധികം വെയിറ്റിംഗ് ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയിലായിരുന്നു കേട്ടോ. 2-3 പേർക്ക് കഴിക്കാൻ പറ്റും ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റ് ഫുഡിൽ എപ്പോഴും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കുമല്ലോ, നമ്മൾ ഹോട്ടൽസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ ആൾക്കാരായിരുന്നു. ലെഫ്റ്റിലൊക്കെ ആദ്യം ആരും ഉണ്ടായിരുന്നില്ല, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർ ഫില്ലായിട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ വന്ന് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കൂടുതൽ ഓർഡർ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി, കാരണം ഞങ്ങൾ കുറച്ചൊക്കെ പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അത്രയും കൂടുതലായിരുന്നു, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡ് വൈസ് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മെയിൻലി നമ്മളിങ്ങനെ പർച്ചേസിനൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്, നമ്മൾ ഓരോ സ്ഥലത്ത് പർച്ചേസിന് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഫുഡൊക്കെ നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ തവണ ഞങ്ങൾ ഗുജറാത്ത് പോയപ്പോൾ ഇതേപോലെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പർച്ചേസിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പുറത്തത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അതായത് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ എക്സ്പ്ലോർ അങ്ങനെ ഫുഡൊക്കെ ഹാപ്പി എൻജോയ് ചെയ്ത് കഴിച്ചു. ഇനി ഞങ്ങൾ 2 ദിവസം കൂടിയാണ് തമിഴ്നാട്ടിലുണ്ടാവുക. ഞങ്ങൾ നാളെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ, തമിഴ്നാട്ടിൽ തന്നെ ഏർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി പറയാനായിട്ട് ഉദ്ദേശിച്ചത് എൻ്റെ ഓൺലൈൻ ബൊട്ടീക്കിനെ പറ്റിയിട്ടും അതിൻ്റെ സ്ട്രഗിൾസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഓൺലൈൻ ബൊട്ടീക്കിന് ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ താഴത്ത് കൊടുക്കാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വയ്ക്കുക. അതിൽ ഒരുപാട് ഓണം കളക്ഷൻസൊക്കെ വരുന്നുണ്ട്, ഞാനെല്ലാം അപ്ഡേറ്റ് ചെയ്യാം അതിൽ. അത് കൂടാണ്ട് ഞാൻ യൂട്യൂബിലും ഓണം കളക്ഷൻസൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഞാൻ താഴത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താലും മതി. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തായാലും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതേപോലെ ചെയ്യാം. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ, സീ ടേക്ക് കെയർ.